നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. വല്ലാത്ത ജാതി കളിയാണ് ബയൺ കളിച്ചത്. കളിയിലുടനീളം ആധിപത്യം, 30 ഷോട്ടുകൾ ഉതിർത്തു, നിരന്തരം ഷോട്ടുകൾ. എന്നിട്ടും ഒറ്റ ഗോളും അടിക്കാൻ പറ്റാതെ ഫെയനൂർദിനോട് 3-0 യുവേഫ ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിൽ തോറ്റിരിക്കുന്നു. കളി നോക്കുക. ഇത് 30-ലധികം ഷോട്ടുകൾ ഉതിർത്തിട്ട് യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ഇതുവരെ ഒരു ഗോൾ പോലും അടിക്കാൻ കഴിയാത്ത ടീം. അതായത് ഒരു മത്സരത്തിൽ 30-ലധികം ഷോട്ടുകൾ ഉതിർത്തിട്ടും ഗോൾ അടിക്കാത്ത ഒരു ടീം. അങ്ങനെ 4ാമത്തെ ടീമായി മാറിയിരിക്കുകയാണ് ബയൺ മ്യൂണിക്ക്. അതുപോലെ തന്നെ 10 ബിഗ് ചാൻസുകൾ, 10-ലധികം ബിഗ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് യുസിഎല്ലിൽ ഒരു ഗോൾ പോലും അടിക്കാൻ പറ്റാത്ത അവസ്ഥ. ആ തരത്തിൽ 2010 മുതൽ ഇങ്ങോട്ട് എടുത്ത ഫസ്റ്റ് ടീമാണ് ബയൺ മ്യൂണിക്ക്. അതുപോലെ മോസ്റ്റ് എക്സ്പെക്റ്റഡ് ഗോൾസ് വിത്തൗട്ട് സ്കോറിംഗ് ബൈ വൺ ടീം. യുസിഎൽ മത്സരങ്ങളിൽ കഴിഞ്ഞ 3 സീസണുകളിൽ ഇത്രയധികം മോസ്റ്റ് എക്സ്പെക്റ്റഡ് ഗോൾസ് വന്നിട്ടും ഗോളൊന്നും അടിക്കാത്ത 2ാമത്തെ ടീമായിട്ട് അവർ മാറിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു പരാജയം അത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നതാണ്. കാരണം അങ്ങനെയുള്ളൊരു അറ്റാക്കിംഗ് മൊമെൻറ്റം ഉണ്ടായിട്ടുണ്ട്, എന്നിട്ടും ഗോളിലേക്ക് എത്താൻ പറ്റിയില്ല. കിട്ടിയ അവസരങ്ങൾ മുതലെടുത്ത് ഫെയനൂർദ് ഗോൾ 3 അടിച്ചു കയറ്റിയത്. കളിയുടെ 21ാമത്തെ മിനിറ്റിൽ സാന്റിയാഗോ ഹിമെനസ് ആദ്യ ഗോൾ കണ്ടെത്തി. പിന്നെ ആദ്യ പകുതി അവസാനിക്കുന്നതിന് മുമ്പ് അദ്ദേഹം തന്നെ പെനാൽറ്റിയിലൂടെ 2ാമത്തെ ഗോളും കണ്ടെത്തി. ഒടുവിൽ 89ാമത്തെ മിനിറ്റിൽ അയേസ് ഒയേഡയുടെ ഗോൾ കൂടി വന്നപ്പോൾ 3-0 വിജയമാണ് ഫെയനൂർദ് സ്വന്തമാക്കിയിരിക്കുന്നത്. പക്ഷേ ബയൺ മ്യൂണിക്കിൻ്റെ സ്ഥിതി യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ പരിങ്ങലിലൊന്നുമല്ല. 7 കളികളിൽ നിന്ന് 12 പോയിന്റുള്ളവർ 15ാം സ്ഥാനത്താണ്. ഫെയനൂർദ് ആവട്ടെ ഈ വിജയത്തോടു കൂടി 7 കളികളിൽ നിന്ന് 13 പോയിന്റ് പിടിച്ചുകൊണ്ട് 11ാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും